എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ കട്ടകുറി വില്ലൻ അവനാണെങ്കിൽ മിറർ ഡയമെൻഷനിൽ ഒരുപാട് നേരായി ലൂഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ലൂഫി പറഞ്ഞ 10 മിനിറ്റ് അത് കഴിഞ്ഞു, എന്നിട്ടും അവനെ കാണുന്നില്ല. അവന്റെ അടുത്ത മൂവ്മെന്റ് അതെന്തായിരിക്കും എന്ന് അറിയാനായിട്ട് കട്ടകുറി ഇപ്പൊ ഫ്യൂച്ചർ എങ്ങനെ കാണുകയാണ്. അപ്പൊ അവൻ കാണും ലൂഫി കൈയൊക്കെ ചുരുട്ടി കട്ടകുറി ഇടിക്കാനായിട്ട് അങ്ങനെ ഫ്ലൈ ചെയ്ത് വരുന്നത്. അവനത് കാണേണ്ട താമസം അവന്റെ തൊട്ടു പുറകില് ലൂഫി അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. കട്ടകുറിക്കാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരും. കാരണം ലൂഫിയുടെ പവർ, കോൺഫിഡൻസ് അത് ഏകദേശം കട്ടകുറി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് കട്ടകുറിയോട് പറയും, ഐ എം സോറി, നിന്നെ ഇത്രയും നേരവും ഇവിടെ നിർത്തി പോസ്റ്റ് അടിപ്പിച്ചതിന് എന്നോട് ക്ഷമിക്കണം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് കട്ടകുറി ഇമാജിനേഷനിൽ ലൂഫിയുടെ ഏത് പഞ്ച് കണ്ടോ അതേ പഞ്ച് ചെയ്യാനായിട്ട് ലൂഫി അങ്ങനെ ചാടി അവന്റെ അടുത്തേക്ക് അടുക്കും. കട്ട് ചെയ്താ ഇവിടെ സാഞ്ചിയെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ കാലങ്ങനെ നിലത്ത് ചവിട്ടി ആ കേക്ക് വെച്ചിരുന്ന ആ ഒരു വലിയ ട്രേ അതങ്ങനെ കറക്കി കൊണ്ടുവരികയാണ്. ആ ഒരു കാഴ്ച കണ്ട് ചുറ്റുമുള്ളവരെല്ലാവരും അത്ഭുതത്തോടു കൂടെ സാഞ്ചിയെയും കേക്കിനെയും നോക്കും. സാഞ്ചി ആണെങ്കിൽ നിലവിളിച്ച് കപ്പലിലുള്ള എല്ലാവരോടും ദൂരേക്ക് മാറാനായിട്ട് പറയും. ഷിഫോണും പുട്ടിങ്ങും അവരെല്ലാവരും ഇതിലേക്ക് വന്ന് വളരെ സേഫ് ആയ ഒരു ഭാഗത്ത് അങ്ങനെ പിടിച്ചു നിൽക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് അവനാണെങ്കിൽ സാഞ്ചിയെ തിരിച്ചറിയും. അവനല്ലേ ആ സ്ട്രോഹാറ്റ് ടീമിലെ സാക്ഷാൽ സാഞ്ചി. ഇവനും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു ചിന്തിച്ച് അവൻ അങ്ങനെ ഷോക്കായിട്ട് സാഞ്ചിയെ തന്നെ നോക്കി നിൽക്കും. ആ ഗ്യാപ്പിൽ സാഞ്ചി അവൻ കറക്റ്റായിട്ട് കേക്ക് കപ്പലിലെത്തിക്കും. ഇതിൽ ഭയങ്കര സന്തോഷം. അവൾ കപ്പോംസിനെ ഹഗ് ചെയ്ത് അവളുടെ കുഞ്ഞിനെ അങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അവളുടെ ഫാമിലി അതിപ്പോ അവൾക്ക് തിരികെ കെട്ടിയിരിക്കുകയാണ്. കപ്പോംസ് അവന്റെ അസിസ്റ്റൻസിനോട് കപ്പൽ മുൻപിലേക്ക് എടുക്കാനായിട്ട് പറയും. അടുത്ത നിമിഷം ആ ഓവൻ വില്ലൻ ഫുൾ കലിപ്പിൽ എടുത്തു ചാടി ആ കപ്പലിന് മുൻപിലേക്ക് വരും. നിങ്ങൾക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വെട്ടിച്ച് ഇവിടുന്ന് പോകാനായിട്ട് ശ്രമിക്കും. നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയോ? എന്റെ പവറിനെ കുറിച്ച് അറിയോ? ഞാൻ ബിഗ് മോമിന്റെ മകനാണ്. കുറച്ച് ബഹുമാനെങ്കിലും നിങ്ങൾക്ക് എനിക്ക് തന്നൂടെ? ഒരു കാരണവശാലും നിങ്ങൾ ആരും തന്നെ ഇവിടുന്ന് ജീവനോട് കൂടെ പോവില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. പക്ഷെ കപ്പല് അത് ഞൊടിയിടയിൽ അങ്ങനെ പാഞ്ഞു വന്ന് ഓവനെ ഇടിച്ച് തെറിപ്പിച്ച് അവന്റെ ദേഹത്തൂടെ കയറിപ്പോവും. ഇവിടെ ഷിഫോൺ ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ കുഞ്ഞിനെ സമാധാനിപ്പിക്കാനും കളിപ്പിക്കാനൊക്കെ നോക്കും. അടുത്ത നിമിഷം അവളുടെ പപ്പ ആ കപ്പലിന്റെ അടുത്തേക്ക് ഓടി വരും. ഗ്രാൻഡ് ബേ കാണേണ്ട താമസം ഷിഫോണിന്റെ കുഞ്ഞ് ആള് കരച്ചിൽ നിർത്തും. പക്ഷെ ഷിഫോൺ ആണെങ്കിൽ ആരാണെന്ന് മനസ്സിലാവില്ല. അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് അവളുടെ പപ്പയെ തന്നെ നോക്കി നിൽക്കും. ഷിഫോണിന്റെ പപ്പയാണെങ്കിൽ അവളെ നോക്കി കൈവീശി കാണിക്കും. അപ്പോഴും ഷിഫോൺ ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഇവിടെ കപ്പോംസ് അവള് പുട്ടിങ്ങിനോട് പറയും, കപ്പൽ ടേൺ ചെയ്യണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ഹൗസ് തകർത്തേ പറ്റൂ. അതിനവള് പറയും, കുഴപ്പമൊന്നുമില്ല, അത് ഞാനും എൻ്റെ ആൾക്കാരും ചേർന്ന് പിന്നീട് റീബിൽഡ് ചെയ്തോളാം. പിന്നീട് ഒന്നും നോക്കില്ല കപ്പോംസ് ആളങ്ങനെ കപ്പല് കുറച്ച് ചോക്ലേറ്റ് വീടുകളൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് കടലിലേക്ക് ഇറക്കുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് ദേഷ്യം വരും. കാരണം ഫുഡ് ഐറ്റംസ് ഇത് നശിപ്പിക്കുന്നത് സാഞ്ചിക്ക് ഒട്ടും ഇഷ്ടമല്ല. പുട്ടിങ് ആണെങ്കിൽ സാഞ്ചിയെ ആശ്വസിപ്പിക്കുകയാണ്. ഇവിടെ കപ്പലാണെങ്കിൽ ഫ്ലൈ ചെയ്ത് ആ കടലിലേക്ക് ലാൻഡ് ചെയ്ത് ചീറി പാഞ്ഞു പോവാണ്. വില്ലന്മാരുടെ കപ്പലൊക്കെ ഒരുപാട് ദൂരത്താണ്. കപ്പൽ അങ്ങനെ കുറച്ച് മുൻപോട്ടേക്ക് പോകുമ്പോഴായിരിക്കും വെള്ളം തിളച്ചു മറിയുന്നതായിട്ട് അവർ ശ്രദ്ധിക്കുക. ഒരുപാട് മീനുകളൊക്കെ ചത്ത് കിടക്കുന്നതായിട്ട് കാണും. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ ഓവനെ കാണിക്കും. അവനാണ് അവന്റെ പവർ ഉപയോഗിച്ച് ആ കടൽ വെള്ളം ഹീറ്റ് ആക്കുന്നത്. കപ്പോംസിന്റെ കപ്പലിലുള്ളവർക്ക് എല്ലാവർക്കും ഒരുപാട് ചൂടെടുത്ത് അവിടെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് വരും. ഇതുപോലെ അവൻ ചൂട് കൂട്ടിക്കൊണ്ടേയിരുന്ന ആ കേക്ക് അത് നശിച്ചു പോവും. ഇവിടെ കപ്പലിന്റെ പെടല് അത് ഹീറ്റില് അങ്ങനെ തകർന്നു പോവാണ്. ഷിഫോണിന്റെ കുഞ്ഞാണെങ്കിൽ എന്തോ ഒരു കാഴ്ച കണ്ട് ചിരിക്കാനായിട്ട് തുടങ്ങും. ഉടനെ ഷിഫോൺ ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പൊ അവള് കാണും ഷിഫോണിന്റെ പപ്പ ആളൊരു കട്ടയെടുത്ത് ഓവന്റെ തലയിൽ ആഞ്ഞടിക്കുന്നത്. ആളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും എന്റെ മകൾ ഷിഫോണിനെ അവളെ തീർച്ചയായിട്ടും ഞാൻ സേവ് ചെയ്യും. അടി കിട്ടിയ ഓവനാണെങ്കിൽ അങ്ങനെ പതിയെ ടേൺ ചെയ്ത് ഷിഫോണിന്റെ പപ്പയെ നോക്കുകയാണ്. അവന്റെ ആ ടെറർ ഫേസും നോട്ടവും കണ്ട് ഷിഫോണിന്റെ പപ്പ ആളങ്ങനെ പേടിച്ച് വിറയ്ക്കും. ആളുടെ കയ്യിലുണ്ടായിരുന്ന കട്ട അത് താഴെയിട്ട് കൈ അങ്ങനെ ഉയർത്തിപ്പിടിക്കും. ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ നിന്റെ സ്റ്റെപ്പ് ഫാദറാണ്, ആ ഓർമ്മ നിനക്കുണ്ടാവണം. അതിനവൻ പല്ല് കടിച്ച്, നിങ്ങൾക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തന്നെ അറ്റാക്ക് ചെയ്യും. എന്റെ സ്റ്റെപ്പ് ഫാദർ ആയിട്ടുള്ള നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്യുമല്ലേ? തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾ അനുഭവിക്കുമെന്ന് പറഞ്ഞ് ഓവനാണെങ്കിൽ ആളുടെ അടുത്തേക്ക് അടുക്കും. അതേസമയം ഇവിടെ കപ്പലിൽ നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരു കാഴ്ച തന്നെയായിരിക്കും നോക്കി നിൽക്കുക. അവർക്കാണെങ്കിൽ ഇവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അതേസമയം ഇവിടെ കടലിന്റെ ചൂട് അതങ്ങനെ കുറഞ്ഞു വരികയാണ്. ആ ഗ്യാപ്പില് അവർ കപ്പൽ മുൻപോട്ടേക്ക് കൊണ്ടുപോകും. ടിഫോണിന്റെ കയ്യിലുള്ള കുഞ്ഞാണെങ്കിൽ അവന്റെ ഗ്രാൻഡ് പേ നോക്കി കൈവീശി കാണിക്കുകയാണ്. ഗ്രാൻഡ് പേക്ക് ഇതുകൊണ്ട് ഭയങ്കര സന്തോഷം. അവന്റെ പേരെനിക്കറിയില്ല, പക്ഷേ എന്റെ ഗ്രാൻഡ് ചൈൽഡ് അതെന്നെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ ഷിഫോണിന്റെ പപ്പയ്ക്കും
ബിഗ് മോമിനും അവർക്ക് രണ്ടുപേർക്കും ട്വിൻസ് കുഞ്ഞുങ്ങൾ ജനിച്ചിരിക്കുകയാണ്. ഒന്ന് ഷിഫോണും മറ്റൊന്ന് ലോലയും. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഷിഫോണിന്റെയും ലോലയുടെയും പപ്പ പൗണ്ട് ആളാണെങ്കിൽ ബിഗ് മോമിന്റെ അടുത്തേക്ക് വന്ന് എന്റെ കുഞ്ഞുങ്ങളെ അവരെ ഒരേ ഒരു തവണ എന്റെ കൈകളിലേക്ക് തരാനായിട്ട് പറയും. അതിന് ബിഗ് മോം നിന്റെ ജോലി അതിവിടെ കഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞ് മടക്കി ആളെ ചവിട്ടി ദൂരേക്ക് തെറിപ്പിക്കുകയാണ്. ആ ഒരു ചവിട്ടില് ആള് തെറിച്ചുപോയി പുറത്തടിച്ചു വീഴും. ആൾക്കാണെങ്കിൽ അതൊരു ഭയങ്കര ഷോക്ക്. ആള് ബിഗ് മോമിനോട് പറയും, നീ എന്തായി പറയണേ, ഞാൻ ആ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്. ഒരേ ഒരു തവണ അവരെ എന്റെ കൈകളിലേക്ക് താ, അതിനുശേഷം ഞാൻ ഇവിടുന്ന് പോയിക്കൊള്ളാം. ബിഗ് മോം ആണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല, ഒരു കാരണവശാലും എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ നിന്റെ കയ്യിൽ തരില്ല. ഈ കുഞ്ഞുങ്ങൾ അവരെനിക്ക് മാത്രം അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞ് അവളിപ്പോ അവനെങ്ങനെ ചവിട്ടി പുറത്താക്കുകയാണ്. ആളാണെങ്കിൽ എന്നിട്ടും തന്റെ ശ്രമം ഉപേക്ഷിക്കാതെ ആ ഡോറിൽ മുട്ടിയും കെഞ്ചിയും അങ്ങനെ അവിടെ തന്നെ നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നീണ്ട 26 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ മകളും കുഞ്ഞും ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം. അതേസമയം ഷിഫോണിന്റെ കുഞ്ഞാണെങ്കിൽ കരയാൻ തുടങ്ങും. കാരണം കുഞ്ഞിനറിയാം ആ അവൻ അവന്റെ ഗ്രാൻഡ് പേയെ തല്ലി കൊല്ലുമെന്ന്. ഷിഫോൺ ആണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയി കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കരച്ചിൽ നിർത്താനായിട്ട് ശ്രമിപ്പിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ബിഗ് മോം ആണെങ്കിൽ ലോലയുടെ പേര് പറഞ്ഞ് ഷിഫോണിനെ എപ്പോഴും തല്ലിക്കൊണ്ടേയിരിക്കും. ബിഗ് മോം നിരന്തരം അവൾ ഒരുപാട് ചീത്തയൊക്കെ വിളിച്ച് തല്ലി ലോലയൊക്കെ തുളമ്പിപ്പിച്ച് അവിടെ നാട്ടി ഓടിക്കുകയാണ്. നിന്നെ എനിക്ക് കാണുന്നത് പോലും ഇഷ്ടമല്ല, നിന്നെ കാണുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറയും. അതേസമയം ഇവിടെ അവളുടെ പപ്പ ഷിഫോണിനെ തന്നെ നോക്കും. അപ്പൊക്കാണെങ്കിൽ ഷിഫോണിനെ ഓർത്തായിരുന്നു ഏറ്റവും കൂടുതൽ പേടി. കാരണം ഷിഫോൺ ജീവിച്ചിരുന്നത് അവളുടെ അമ്മയുടെ കൂടെയാണ്. ബിഗ് മോമിന്റെ സ്വഭാവം നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അദ്ദേഹത്തിന് അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാനായത്. ആളങ്ങനെ ഷിഫോണിനെ നോക്കി ചിരിച്ചു നിൽക്കുന്ന അതേ സമയം ആ വില്ലൻ അവൻ ചാടി വന്ന് ആളുടെ തലയിൽ ഒരൊറ്റ അടി. ആ ഒരു അടി കിട്ടി ആളങ്ങനെ താഴെ വീഴും. ആൾക്കാണെങ്കിൽ പിന്നെ അനക്കമില്ല. ഇവിടെ ഷിഫോണിന്റെ കുഞ്ഞാണെങ്കിൽ നിലവിളിച്ച് കരയും. കപ്പോംസിന്റെ കപ്പലാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ദൂരേക്ക് നീങ്ങിക്കഴിഞ്ഞു. ചാഞ്ചിയും ടീമും ആ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ 1000 സണ്ണി കപ്പല് അതാണെങ്കിൽ നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് പോവാണ്. അവരുടെ തൊട്ടു പിന്നാലെ ബിഗ് മോമും അവളുടെ ഒരുപാട് കപ്പലുകളും അതങ്ങനെ നല്ല സ്പീഡിൽ അവരെ ചേസ് ചെയ്ത് വരും. മാത്രമല്ല നിർത്താതെ അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യാണ്. നാമി ആണെങ്കിൽ തന്ത്രപരമായി ആ ബുള്ളറ്റ്സുകളെ അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് വിടും. കട്ട് ചെയ്ത ബിഗ് മോമിന്റെ 26ാമത്തെ മകൻ അവനാണെങ്കിൽ മറ്റു ചില കപ്പലുകൾക്ക് ചില ഇൻഫർമേഷൻ അത് പാസ് ചെയ്യേണ്ട താമസം നമ്മുടെ ആൾക്കാരുടെ കപ്പലിന്റെ മുൻപിലേക്ക് ബിഗ് മോമിന്റെ ഒരു ബറ്റാലിയൻ കപ്പലുകൾ അങ്ങനെ വരികയാണ്. ക്യാരറ്റ് ആ കാഴ്ച കണ്ട് നിലവിളിക്കും. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ വീണ്ടും ആ കട്ടകുറി വില്ലന്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടി വാങ്ങുകയാണ്. അതിനുശേഷം വീണ്ടും ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് അവർ ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.